Hello everybody, welcome to Tanu's Cine Bites. അങ്ങനെ പൃഥ്വിരാജിൻ്റെ മോസ്റ്റ് അവൈറ്റഡ് മൂവി ആൻഡ് പ്രോബബ്ലി കേരളത്തിൽ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് 2022 എംപുരാൻ്റെ ടീസേഴ്സ് ഇന്ന് ഇറങ്ങി. ടീസർ ആക്ച്വലി ഇറങ്ങിയത് ഓൾമോസ്റ്റ് 4 hours മുമ്പായിരുന്നു ആൻഡ് അതിനകം 4 മണിക്കൂറിനകം 2 million ഓൾറെഡി റീച്ച് ചെയ്തു. So that is like maybe 100,000 times more views than one of my videos. ആൻഡ് ടീസറിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് L2E എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ദെൻ ഐ ഗോട്ട് ഇറ്റ്സ് ലൈക്ക് ലൂസിഫർ ടു എംപുരാൻ. സോ ഓൾറെഡി ഞാൻ ടീസർ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ പ്രഡിക്ഷൻസ് ഒബ്വിയസ്ലി നോട്ട് എൻ്റെ പ്രഡിക്ഷൻ, എല്ലാവരും ഒബ്വിയസ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലൂസിഫർ എങ്ങനെയാണ് എംപുരാൻ ആയത്, അതാണ് നമ്മൾ ഈ ടീസറിൽ നിന്ന് അറിയാൻ പോകുന്നത്. സോ കൂടുതൽ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ്ലി ഈ ടീസർ കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. L2E ആശീർവാദ് സിനിമേസിൽ എൻ്റെ ദൈവം 2.1 million എത്തി ഓൾറെഡി. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് ഇറ്റ് റൈറ്റ് നൗ. പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് ഓഡിയോ ലാംഗ്വേജ്. നോർത്തേൺ ഇറാഖ്, കുർദിസ്ഥാൻ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഓഹോ, ഓക്കെ, ഇതിപ്പോൾ പൃഥ്വിരാജിൻ്റെ വേർഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള സംഭവങ്ങളാണ്. ലൂസിഫർ, മോഹൻലാൽ. ഓക്കെ, ഓ എനിക്ക് വയ്യ, മൊത്തം ബോഡി ഗാർഡൊക്കെയാ. ഖുറേഷി എബ്രാം കുതിരേനൊക്കെ ഇവിടെ കത്തിച്ച് കളഞ്ഞു. ഇന്റർനാഷണൽ ലെവലാണ് മോനെ, ഇന്റർനാഷണൽ ലെവൽ. L2 എംപുരാൻ ओवरलोड. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. പൃഥ്വിരാജ് ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്. മോഹൻദാസ്, എഡിറ്റർ അഖിലേഷ് മോഹൻ. ഇൻ തിയേറ്റേഴ്സ് 27th March 2025. എൻ്റെ ഗൂഗിൾ കാലണ്ടറിൽ എഴുതി വെക്കണത്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദാറ്റ് ഇപ്പോൾ ടീസറിൽ കാണുമ്പോൾ നമുക്ക് നാഷണൽ ലെവൽ പൊളിറ്റിക്സ്, ലോക്കൽ ലെവൽ പൊളിറ്റിക്സ് ഒന്നുമല്ല, ഇത് മൊത്തം ഇൻ്റർനാഷണൽ ലെവലിലായിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി. പൃഥ്വിരാജ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് ഡയറക്ടറിൻ്റെ സ്ഥാനത്ത് വരുന്നത് ആൻഡ് ഹി ടുക്ക് എ ലോട്ട് ഓഫ് ഇയേഴ്സ് ടു പ്രിപ്പയർ ദിസ് മൂവി ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് വളരെ ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് പൃഥ്വിരാജിൽ നിന്ന് ഒരു സ്റ്റാൻഡേർഡ് എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ. പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമയാണെങ്കിലും പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണെങ്കിലും പൃഥ്വിരാജിൻ്റെ ഒരു ടച്ച് എല്ലാത്തിലും കാണും. എംപുരാനിൽ കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവർ ഒരു ആക്ഷൻ പാക്ഡ് ലൈക്ക് കമാൻഡോ സെറ്റ് അല്ലെങ്കിൽ ഒരു ടീം കൈൻഡ് ഓഫ് ആക്ഷൻ ഇൻ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്, ഈ ഒരു കൈൻഡ് ഓഫ് ആക്ഷൻ ത്രില്ലർ ജോൺറേഴ്സിൽ ഡെഫിനറ്റ്ലി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഈയിടയ്ക്ക് കുറേ ഫോഴ്സ് വന്ന്, സ്കൈ ഫോഴ്സ് വന്ന്, ഫൈറ്റർ വന്ന്, ഓക്കെ, ഓൾ ഓഫ് ദീസ് ആർ പേട്രിയോട്ടിക് മൂവീസ്. ബട്ട് എനിക്ക് ആ ഒരു സിമിലർ ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു മിലിറ്ററി കമാൻഡോ ലീഡറിനെ ഫോളോ ചെയ്യുന്ന കുറേ സോൾജേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് എംപുരാൻ്റെ ടീസറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇങ്ങനത്തെ ഒരു ആക്ഷൻ സ്ലാഷ് മിലിറ്ററി സ്ലാഷ് കമാൻഡോ കൈൻഡ് ഓഫ് ജോൺറയിൽ എംപുരാൻ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊരു വളരെ വലിയ എക്സ്പെക്റ്റേഷൻസോടെ ഞാൻ 27th March 2025
ഓൺ ദ സ്പോട്ട് ഇഫ് ഗോഡ് ഈസ് വില്ലിങ് ഐ വിൽ ഗോ വാച്ച് ദ മൂവി. അതല്ലാതെ എന്താണ് നമ്മുടെ മോഹൻലാലിന് പ്രായം ഹീസ് റിവേഴ്സിങ് ബാക്ക്വേർഡ്സ് യുനോ. എനിക്ക് പുള്ളിക്കാരൻ്റെ സ്കിൻ കെയർ, പുള്ളിക്കാരൻ മാത്രമല്ല, ഈയിടെ ഞാൻ മമ്മൂട്ടീൻ്റെ സിനിമ കണ്ടപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ആൻറ്റി ഏജിങ്ങിൻ്റെ എന്താണ് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻസ് ഒന്ന് ഞങ്ങളോട് പറഞ്ഞു തരൂ. ബിക്കോസ് ഓണസ്റ്റ്ലി ദേ ആർ ഡൂയിങ് പ്രിറ്റി ഗുഡ്. അവൻ്റെ ഏജിന് അനുസരിച്ച് അവരെ ആ ഒരു ലുക്കും ഫീലുള്ള വളരെ യങ് ആൻഡ് എന്താ ഡൈനാമിക് ആയിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ കാണുന്നത്, അറ്റ്ലീസ്റ്റ് ഇൻ ദ ടീസർ കാണുന്നത്. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് പുള്ളിക്കാരൻ ഒരു ലീഡറാണ്. പിന്നെ ഒബ്വിയസ്ലി മോഹൻലാലിന് അതിൻ്റെതായ ഒരു കാരിസ്മയുണ്ട്, മാഗ്നറ്റിസം ഉണ്ട്. അപ്പോൾ എന്ത് റോൾ ഇങ്ങനത്തെ ചെയ്യുമ്പോഴും പുള്ളിക്കാരന് ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും അങ്ങനത്തെ കൂടുതൽ സ്റ്റൈൽ വരാൻ. എനിക്ക് പിന്നെ ഒരു ഐഡിയ ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ പൃഥ്വിരാജ് കുറേ പോയി സലാറും വേറെ കുറേ ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മേ ബി എംപുരാൻ വിൽ ബി മോർ മാസി ലൈക്ക് ഫിലിം. ആൻഡ് പുള്ളിക്കാരൻ മേ ബി അത് കുറച്ച് പഠിച്ച് കാണും സലാറിൽ നിന്നൊക്കെ എങ്ങനെ ഒരു മാസി സിനിമ ഉണ്ടാക്കാൻ. ഇതൊക്കെ എൻ്റെ എക്സ്പെക്റ്റേഷൻസും പ്രഡിക്ഷൻസും ആണ്. ഐ ഹാവ് നോ ഐഡിയ ഹൗ ദ ഫിലിം വിൽ കം ഔട്ട് ആൻഡ് ദ ട്രെയിലർ വിൽ കം ഔട്ട്. ട്രെയിലർ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ബട്ട് എനിവേസ് 27th March 2025 I will be going and watching it. God willing, inshallah, I will be there on the day of the movie releasing to go and watch it. And അന്ന് നമുക്ക് റിവ്യൂ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ till then, take care. Ciao, ciao.